ഇവിടെ ആരും ഇല്ലേ? ആരാ? ഞാനാ, രാവുണ്ണി മുതലാളി. മുതലാളിക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? ഭഗവതി, ആദ്യമായിട്ട് വെള്ളം. വെള്ളം വേണ്ടേ? അയ്യോ വേണം. എന്തൊരു മധുരം! ഈ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ. പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര. നിക്കു കുട്ടി. കൈയും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റു തൊലച്ചു അല്ലേ? അരഞ്ഞാണം കൂടി പണയം വെച്ചു അല്ലേ? അത് മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അത് എന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ അരഞ്ഞാണം എനിക്ക് വേണമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഇടാൻ, അല്ലാണ്ട് എന്തിനാ? മുതലാളിക്ക് എന്തിനാ എന്റെ അരഞ്ഞാണം? അതെനിക്ക് തന്നൂടെ? തരും. ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണ മുതലാളി തരും. പറ, എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണം മാത്രം മതി. തരാലോ. അത് നാളെ പോരെ? മറ്റന്നാളായാലോ? സാവിത്രി, നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ? നാളെ നേരം പരപരാന്ന് വെളുക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവുണ്ണി മുതലാളി കൊടുത്തിരിക്കും. മുതലാളി പേടിച്ചു പോയാ? ഇത് ഞാനാ, നീലാണ്ടൻ. താൻ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്കുക. സാവിത്രി പറഞ്ഞിട്ടാ. പേടിപ്പിച്ച് കൊല്ലാനാ? അല്ല, മുതലാളിയെ വന്നിട്ട് അരഞ്ഞാണം ചോദിക്കാൻ. ഇവിടെ വെച്ച് ആ വാക്ക് മിണ്ടി പോരുത്. എന്തോന്ന് അരഞ്ഞാണോന്നാ? മിണ്ടാണ്ട് എങ്ങനെയാണ് അരഞ്ഞാണം കിട്ടുന്നത്? പറ. നീ എന്താ എന്നോട് കളിക്ക? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിന്നെ ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങി പോടാ വൃത്തിയിട്ടവനെ. ഞാൻ പോകാം. അരഞ്ഞാണം വടക്കേ പറമ്പിയോ? അവിടെ കുഴിച്ചിട്ടിരിക്കുക. അല്ലാതെ എന്നെ കുഴിച്ചിട്ടാൻ അങ്ങോട്ട് പോടാ. കാശൊക്കെ തരാ. ആദ്യം അരഞ്ഞാണം തരാൻ മനസ്സില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഞാൻ സരോജ ചേച്ചിയോട് എല്ലാം തുറന്നു പറയും. എന്നാ പോയി ചെന്ന് പറ. ഇന്ന് സാധനം കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും. എന്നാ അതാണ് നിനക്കും എനിക്ക് നല്ലത്. നീ എന്താടാ നീലകണ്ഠ എന്റെ സങ്കടം കാണാത്തെ? മുതലാളി എന്റെ സങ്കടം കാണാത്തോണ്ട്. എങ്കി പറ, എന്താ നിന്റെ സങ്കടം? ആ അരഞ്ഞാണോണ് എന്റെ സങ്കടം. അത് തന്നെയാണ് എന്റെ സങ്കടം. എങ്കിൽ പിന്നെ ആ സങ്കടം ഇങ്ങത്താ. അപ്പൊ നിനക്ക് അറിഞ്ഞാണം വേണ്ടേ? ആ അരഞ്ഞാണം തന്നെ എന്റെ സങ്കടം. അത് തന്നെയാണ് എന്റെ സങ്കടം. ഇതൊക്കെ പോട്ടെ, എന്റെ സങ്കടം പണ്ടാറടങ്ങാൻ അവിടെ നിൽക്കട്ടെ, നിന്റെ സങ്കടം അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാം. നീ കാശ് പിടിക്ക്. സാവത്തിനോട് ഒന്നും ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടാവൂലേ? ഓ, അരഞ്ഞാണോ സങ്കടം കൂടി നീ കൂട്ടിക്കൊടക്കല്ലേ. അരഞ്ഞാണം വേറെ, സങ്കടം വേറെ. പിടിച്ചേ. എന്നാലും സാവത്രിക്ക് പിടി പോരെ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം മറന്നു. ഇത് തന്നെയല്ലേ ഈ തോട്ടുംകര ഭഗവതിയുടെ ഒരു സ്നേഹ. നിലം തൊടാതെ അല്ല എന്നെ ഇവിടം വരെ എത്തിച്ചത്. തൂണുള്ളത് നന്നായി. എന്റെ ദേവി, ഇനി എല്ലാം നിന്റെ കയ്യിലാ. അയ്യോ, സാക്ഷാൽ ദേവിനെ വിളിച്ചു
വിളിച്ചപ്പോ സാവിത്രി ദേവി വന്നേക്കണ്. സുഖമാണ്, സുഖമാണോ എന്ന് തുറക്കണ്ട. പിടിച്ചു. സുഖമോ ദേവി, സുഖ കേറുന്നില്ല. കട്ടിലെത്തിയോ? ആ കാലിങ്ങടെ എടുത്തിട്ടേര്. ഇന്ന് ആരുടെ കൂടെ പോയി കള്ളു കുടിച്ചാവോ? സഖാവ് ചെത്തുകാരൻ കണാരൻ. നാണമില്ലല്ലോ. നാണമല്ലടി കണാരൻ. വല്ലവന്റെ കൂടെ പോയി കള്ളു കുടിക്കാൻ നാണമില്ലല്ലോ ചോദിച്ചത്. ഞാൻ വല്ലവന്റെ കൂടെ പോയല്ലടി കള്ളു കുടിച്ചത്. അവൻ എന്റെ കൂടെ വന്നാണ് കള്ളു കുടിച്ചത്. അപ്പൊ അവനല്ലേ വല്ലവൻ? അതായത് സാവിത്രി. മനസ്സിലായി മനസ്സിലായി. കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാശോ? കാശെനിക്ക് ദൈവം തന്നു. ദൈവോ? അതെ, തോട്ടും കരക്കാരോ ദൈവം ആരാ? ഉണ്ണി മുതലാളി. എന്നിട്ട് ആ ദൈവത്തോട് എന്റെ അറിഞ്ഞാലും ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിച്ചപ്പോ തന്നെ ദൈവം താഴെയും ചെയ്തു. അരഞ്ഞാണോ? ഇതാണോ അരഞ്ഞാണം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനാണ് അരഞ്ഞാണോ എന്ന് പറയണത്. എന്റെ പൊന്നരഞ്ഞാൻ എവിടെന്നാ ചോദിച്ചത്? പൊന്നരഞ്ഞാണോ? അത് മുതലാളി വാങ്ങിച്ചല്ല, എന്നിട്ട് എനിക്ക് കാശ് തന്നത്. ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മുടെ ചെത്തുകാരൻ കണാരൻ എന്നെ പുറകെ ഓടിച്ചിട്ടത്. അങ്ങനെ ഞങ്ങൾ ചാപ്പി കയറി കള്ളു കുടിച്ചു. പിന്നെ ബാക്കി കാശിന് ഇതേ അരഞ്ഞാണം മേടിച്ചു. ആ ദൈവം തന്ന കാശില് ഇനി ബാക്കിയുണ്ടോ? തപ്പിയാ ചിലപ്പോ ചില്ലറാണോ? എനിക്ക് കുറച്ച് വിഷം കൂടി വാങ്ങിക്കൊണ്ടുവരായിരുന്നില്ലേ? ഈ ചരടിന് ഇത്തിരി നീളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുക്ക് പോലെ കെട്ടിയിട്ട് മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരഴ പോലെ കെട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടാവും തുണിയാക്കിയിടാൻ. ഇങ്ങനെ എവിടെ ഒന്ന് കെട്ടണത്? എന്താ തന്റെ പേര് ശൂന്ന? അല്ല. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല്. ഓ ദേവിയേ, അരഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണോ നീ പ്രാർത്ഥിക്കണേ? സാവിത്രി, ഉണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ. എന്തിനാ? സരോജിനി ചേച്ചിയുടെ അരയെ കെട്ടാനാണോ? അയ്യേ, അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ? ഈ അരഞ്ഞാണം കെട്ടണമെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം. അപ്പാ ചന്തമില്ലേ? നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഇനി ഞാനൊരു സത്യം പറയാലോ. പിശാശി മോറൻ ഇവിടെയല്ല, അവിടെ. സാവിത്രി, ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രായമാകുമ്പോ മനുഷ്യർക്ക് അതൊക്കെ പതിവാ. ഇത് അങ്ങനെയുള്ള ഉറക്കക്കുറവല്ല. അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും. നീ അത് തരുമോ? മുതലാളിക്കിപ്പോ വേണ്ടത് അരഞ്ഞാണല്ല, പിന്നെ ചങ്ങലയാ. ചങ്ങലയോ? അതെന്തിനാ? തളയ്ക്കാനേ, തളയ്ക്കാൻ. ആരെയാ തളയ്ക്കണ്ടേ? ഓ ശിവശിവ. സാവിത്രി, സാവിത്രി, മറുപടി ഒന്നും പറഞ്ഞില്ല. അരഞ്ഞാണം ഞാൻ എടുത്തോട്ടെ. നിങ്ങൾ അത് വിലക്ക് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട. സാവിത്രി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ.